ബഷീറിന്റെ പാത്തുമ്മയുടെ ആടും ബാല്യകാല സഖിയും വായിക്കാത്ത മലയാളികളുണ്ടോ? ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബഷീറിന്റെ കഥകളും ഭൂരിഭാഗം കൃതികളും അവസാനിക്കുമ്പോൾ മംഗളം ശുഭം എന്ന് എഴുതി പോവാറുണ്ട്. ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആരോ ബഷീറിനോട് അതിന്റെ പൊരുൾ ചോദിക്കുകയുണ്ടായി. അന്ന് അതിന്റെ മറുപടി ദേ ഇങ്ങനെയായിരുന്നു: പേനയെടുത്ത് എഴുതുമ്പോൾ ഇത് മുഴുവിപ്പിക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതിനാൽ ഓരോ കഥയും പൂർത്തിയാകുമ്പോൾ സുന്ദര ഭൂഗോളത്തിൽ പിന്നെയും ദിവസങ്ങൾ അനുവദിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയും. കഥയുടെ അവസാനം മംഗളം ശുഭവും എന്ന് എഴുതും, ഒരു നന്ദി പ്രകടനം പോലെ. ഒരു എഴുത്തുകാരന്റെ ഭാവനയുടെ അതിരുകളിൽ നിന്ന് ഉയർന്ന സ്നേഹപൂർവമായ നന്ദിയുടെ പകലിരമ്പുകളായിരുന്നു ആ മറുപടി. 1987 കോഴിക്കോട് സർവകലാശാല ബഷീറിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ദിവസം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഇന്നെന്റെ ജീവിതത്തിലെ സുദിനമാണ്. ദിനങ്ങൾ എല്ലാം സുദിനം തന്നെയാണ്. ജനനവും മരണവും ഒത്തു നോക്കിയാൽ സുദിനങ്ങൾ തന്നെയല്ലേ. മരണം സുനിശ്ചിതമായ ഒരു കാര്യമാണ്. എങ്കിലും അത് ചിന്തിച്ച് നമ്മളാരും കരയാറില്ല. പതിവിൻപടി ജീവിച്ചു പോവുകയാണ്. ജീവിതത്തെ അത്രയും ആഴത്തിൽ കാണുന്ന ഒരു മനുഷ്യൻ താൻ തിരഞ്ഞെടുത്ത ജീവിതം കുറെ കൂടി വിശദീകരിച്ചു. കുഴിമടിയന്മാരായ ബടുക്കൂസുകൾക്ക് പറ്റിയ പണിയായിട്ടാണ് ഞാൻ സാഹിത്യം തിരഞ്ഞെടുത്തത്. പിന്നെ തന്റെ രചനാശൈലി എന്തെന്ന് ഒരു ചിരിപ്പടിയിൽ കയറ്റി പറഞ്ഞു. അനുഭവങ്ങൾ ചിരിപ്പടിയോളം ഉണ്ടല്ലോ, അവനെയൊക്കെ കാച്ചിയാൽ മതി. അവസാനത്തിൽ പറയാൻ എളുപ്പമാണ് മംഗളം ശുഭം. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ വായനക്കാരറിയാത്ത എന്തെല്ലാമാണുള്ളത്. ഓരോ കഥയ്ക്കും എഴുത്തിനും പിന്നിൽ എഴുത്തുകാർ ഒളിപ്പിച്ചു വെക്കുന്നത് നമ്മളൊന്നും അറിയാത്ത പല പല വിശേഷണങ്ങൾ. സ്വന്തം ജീവിതം കാച്ചിക്കുറുക്കി മലയാളികൾക്ക് വായിക്കാൻ പാകത്തിന് പേന കൊണ്ട് എഴുതി തുടങ്ങി ഒരു ജോലിയാക്കി മാറ്റിയ ഒരുപാട് പേരിലെ ഒരു അതുല്യ കലാകാരൻ ബഷീർ.